മലക്ക് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ആ സമയത്ത് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് നിനക്ക് തൗബ ചെയ്യാനുള്ള അവസരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് നിങ്ങളോടും തന്നെ എന്നോടും നിങ്ങളോടും എനിക്ക് പറയാറുള്ളത്, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് പേരുണ്ടല്ലോ. ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ നിറകണ്ണുകളോടെ പടച്ച റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്യാതെ ഒരു മനുഷ്യൻ പോലും ഇവിടെ നിന്ന് ഇറങ്ങരുത്. നാളെ രാവിലെ ചെയ്യാമെന്നല്ല, വീട്ടിൽ പോയിട്ട് തൗബ ചെയ്യാമെന്നല്ല, ഇന്നീ സദസ്സിലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാതെ ഒരു മനുഷ്യൻ പോലും ഇവിടെ നിന്ന് പിരിയരുത്. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ചോദിക്കുന്ന ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ, ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു പോയല്ലോ. ഈ പാപങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ട് കഴുകാനാണ്? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ആരോടാണ് പറയേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ